شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ومن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തോടുന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ ആജ്ഞകളും കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് തഖ്വയുള്ളവരായി ആഖിറത്ത് നന്നായി ഈമാൻ കിട്ടി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ ഖബറിൽ നിന്ന് മഹ്ശറിലേക്കുള്ള യാത്രയിൽ 12 വിഭാഗത്തിലെ 10 വിഭാഗങ്ങളും നമ്മൾ പഠിച്ചു, കേൾപ്പിച്ചു. 2 വിഭാഗത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ആ വിഷയം ഇവിടെ സമാപിക്കുകയാണ്. 11ാമത്തെ വിഭാഗം സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞ ഹദീസ് പ്രകാരം 11ാമത്തെ വിഭാഗം യഹ്സൂന ഫീ മിൻ ഖുബൂരിഹിം, ഖബറിൽ നിന്ന് അവരെ മഹ്ശറിലേക്ക് ആനയിക്കും. ഒരു യാത്രയാണ് കേട്ടോ, ഖബറിലേക്കൊരു യാത്ര, ഖബറിൽ നിന്ന് മഹ്ശറിലേക്കുള്ളൊരു യാത്ര. ഇനി ഒരു യാത്രയും കൂടി ഉണ്ട് നമുക്ക്, നീണ്ടമായ നൃത്തം, പിന്നെ സ്വർഗം നിറങ്ങും. ഇൻഷാ അല്ലാഹ് അത് അടുത്ത കുത്തുബയിൽ നോമ്പിനെ കുറിച്ചായിരിക്കും പറയുക. ഇൻഷാ അല്ലാഹ് സമയം പോലെ കാണിക്കാം. മഹ്ശറിലേക്കുള്ള യാത്രയിൽ 10 വിഭാഗക്കാർ നമ്മുടെ ജീവിതത്തിൻ്റെ വികല മേഖലയിലും നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളുടെയും പാവങ്ങളുടെയും തോതനുസരിച്ചായിരിക്കും ആ യാത്ര. അല്ലാഹു തആല 12ാമത്തെ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവർ 11ാമത്തെ വിഭാഗം യാത്ര പുറപ്പെടുന്നത് എങ്ങനെയാണോ, അവരുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചിട്ടുണ്ടാവും, കണ്ണും കാണാത്ത രൂപത്തിൽ. അവരുടെ പല്ലുകൾ, അസ്നാൻ എന്ന പല്ലാണ്, കൽ കർണി സൗരി, കാളക്കൊമ്പ് പോലെ ആയിരിക്കും. ഷഫാഹുവര, ചുണ്ടുകൾ മദ്റുഹത്ത് മല സുദൂരി, നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മരച്ച് നിൽക്കുന്ന ഒരു രീതിയായിരിക്കും. കഠിനമായ ഒരു ദുർഗന്ധവും അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ എന്ത് തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്? കാനു, അവരായിരുന്നു യശ്റബൂനൽ ഖംർ, കള്ളുകുടിയന്മാരായിരുന്നു. കള്ളുകുടിയന്മാർക്കുള്ള ശിക്ഷ വേറെയുമുണ്ട്. മഹ്ശറിൽ നിന്ന് ഖബറിലേക്ക് പോകുന്ന ഒരു യാത്രയുടെ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത്. കള്ളുകുടിയന്മാർ ആ രൂപത്തിലാണ്, അവർ ആ മത്ത് പിടിച്ച രൂപത്തിലും
അവരിവിടെ എന്തെല്ലാം പേക്കുത്തുകൾ കാട്ടിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഫലങ്ങൾ അവിടെയും അനുഭവിച്ച് ആ ജനലക്ഷങ്ങളിലേക്ക് ചെല്ലുക കള്ളുകുടിയന്മാർ അത്രയാണ്. കള്ളുകുടി എന്ന് പറഞ്ഞത് ഭയങ്കരമായ കുറ്റമാണ്. നമ്മുടെ ലാഘവത്തോട് കാണുകയാണ്. അത് കുടുംബം തകർക്കുന്നു. ഭൗതികവും ആത്മീയവുമായ ജീവിതം ഒരു മനുഷ്യൻ്റെ നശിപ്പിക്കുന്ന ഒരു മഹാവിപത്താണ് മദ്യം എന്ന് പറയുന്നത്. മദ്യവും അതുപോലത്തെ അതിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഏതെല്ലാം പേരിൽ അറിയപ്പെടുന്നുവോ, കുല്ലു ഹംറിൻ ഹറാം, കുല്ലു മുസ്കുറിൻ ഹംറി കുല്ലു ഹംറും ഹറാം എന്നാണ്. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ്. ലഹരി പിന്നെ കള്ളാണ്, ആ എല്ലാതും നിഷിദ്ധവുമാണ്. ഇപ്പൊ നമ്മൾ ആ കണ്ണിന് മുമ്പിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 2 മൃഗീയമായ കൊലപാതകങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്ന രൂപത്തിൽ കണ്ടു. ഒന്ന് കരിവാറിൻ്റെ അടുത്ത് തൂവൂര് ഭാഗത്ത് +1 പഠിക്കുന്ന ഒരു കുട്ടി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പീഡിപ്പിച്ച് കൊല ചെയ്ത് കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞു. അവനും മദ്യത്തിന് അടിമയായിരുന്നു കേട്ടോ. +1 പഠിക്കുന്ന കുട്ടികളാണ്. നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തണം. ലോകം അത്തരത്തിലുള്ളൊരു പരിധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ മാതാപിതാക്കളെ നേരിട്ട് കാണാനും ചെല്ലാൻ തന്നെ പേടിയും ഭയമുണ്ടായിരുന്നു. ആ കാലത്തുനിന്ന് മാതാപിതാക്കളെ തന്നെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. കുട്ടികൾ വീട്ടിൽ നിന്ന് പോകുന്നതും വരുന്നതും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്നും അവൻ്റെ മൊബൈൽ ഫോണും അവൻ്റെ റൂമും നമ്മളൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. അവൻ്റെ കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവൻ ഏത് രൂപത്തിലാണ് ആരോടാണ് കൂട്ടുകെട്ടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കാസർഗോഡ് ഒരു വാപ്പ ഒരു മകളെ വെട്ടിക്കൊന്നു. അതും കാരണം ലഹരിയാണ് കേട്ടോ. സകല ഫവായിസ് ചീത്ത അൻസലാസൽമാ തങ്ങൾ പറഞ്ഞു, അൽ ഹംറു ഉമ്മുൽ ഖബായിസ്. ഹംറ എന്ന് പറയുന്നത് എല്ലാ ചീത്തയുടെയും മാതാവാണ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബ്സലാസൽമാ തങ്ങൾ പറഞ്ഞതാണ്. ഗാന്ധിജി തന്നെ പറഞ്ഞു കേട്ടോ, എല്ലാ പാവങ്ങളുടെയും എല്ലാ കുറ്റകൃത്യങ്ങളുടെയും മാതാവ് കള്ളാണ് എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറയുകയുണ്ടായി. പക്ഷേ 1600 വർഷങ്ങൾക്ക് മുമ്പ് നബ്സലാസൽമാ തങ്ങൾ ജനിച്ചു വളർന്ന ചുറ്റുപാട് അക്കാലത്ത് മദ്യം നിരോധിച്ചിരുന്നില്ല. മദ്യം ഹലാലാണ്, ചായക്കട പോലെ. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തും ഇങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ മദ്യം നമ്മുടെ രാജ്യത്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിതീഷ് കുമാർ ബീഹാറിൽ മദ്യം നിരോധിച്ചു, പൂർണ്ണമായി നിരോധിച്ചു. നമ്മുടെ രാജ്യത്ത് മദ്യം നടപ്പിലാക്കണമെങ്കിൽ പഞ്ചായത്തിന് പ്രത്യേക അധികാരമുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് മദ്യഷാപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ അവരുടെ അനുമതി കൂടാതെ നടപ്പാക്കാൻ പാടില്ല. അത് കഴിഞ്ഞ കാലത്ത് ആ നിയമം എടുത്തു കളഞ്ഞു. നമ്മുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു മുസ്ലിം മന്ത്രി തന്നെയാണ് ചെയ്തത്. അപ്പോൾ മദ്യത്തെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മദ്യനിരോധന സമിതി പ്രൊഫസർ മന്മഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് കാലം അതിനുവേണ്ടി പ്രയത്നിച്ചു. ഇന്ന് മദ്യനിരോധന സമിതി നിലവിലുണ്ട്. അതിൻ്റെ 900 ചില്ലുവാനം ദിവസങ്ങളായിട്ട് മലപ്പുറം കലക്ട്രേറ്റിന് മുമ്പിൽ സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ 14-ാം തീയതിയോടുകൂടി ചിലപ്പോൾ അതിന് തീരുമാനമുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ മദ്യം എന്ന് പറയുന്ന വിപത്തിനെ നമ്മൾ തടയണം. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പല ചരിത്രങ്ങൾ പറയാം. മദ്യം എപ്പോഴാണ് നിരോധിച്ചത്? നബ്സലാസൽമാ തങ്ങളുടെ അടുത്തേക്ക് ഒരു നിവേദന സംഘം വരികയുണ്ടായി. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, തൗഹീദിലേക്ക് ക്ഷണിച്ചു. മദ്യപാനികളാണ്. 3-4 വിധം പാത്രങ്ങൾ, മദ്യം സൂക്ഷിക്കുന്ന പാത്രങ്ങളുണ്ട് ഗോഡൌണിൽ. ആ പാത്രങ്ങൾ പോലും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ മഹാനായ അംസത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദ്യപിച്ച് വിപ്ലവമുണ്ടാക്കി. വളരെ സൈലന്റായ ഒരു മനുഷ്യനായിരുന്നു അംസത്ത് റളിയല്ലാഹു അൻഹു. മദ്യഹലാലല്ലേ, മദ്യം കുടിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ ഗനീമത്ത് മുതലായി കിട്ടിയ ഒരൊട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകവുമായിട്ടൊരു മലയിലേക്ക് പുല്ലും പറകൊക്കെ അരിഞ്ഞെടുത്ത് ശേഖരിച്ച് കൊണ്ടുവന്ന് വിൽക്കണ പരിപാടിയാണ് അലി റളിയല്ലാഹു അൻഹു.
അതായത് ഒട്ടകത്തിന് ഒരു ഭാഗത്ത് കെട്ടി, അതിൻ്റെ അടുത്തൊരു കള്ള് ഷാപ്പും ഉണ്ടായിരുന്നു. അലിയുള്ളാവിന് മലയിൽ പോയി വിഭവങ്ങൾ ശേഖരിച്ചു വന്നപ്പോൾ ഹംസ റളിയല്ലാഹു ആവട്ടെ മദ്യപിച്ച് ആ കള്ള് വിളമ്പിക്കൊടുക്കുന്ന ആ സ്ത്രീ പറഞ്ഞു, ആ ഒട്ടകത്തിനെ വെട്ടി അതിൻ്റെ കരളും പൂഞ്ഞയും കൊണ്ട് വാ എന്ന് പറഞ്ഞു. ഹംസ റളിയല്ലാഹു ആ സ്ത്രീയിൽ ആ മദ്യത്തിന് അടിമയായി ചെന്ന് വെട്ടിക്കൊന്ന് അതിൻ്റെ പൂഞ്ഞയും അതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അവർക്ക് കൊടുത്ത് പാവപ്പെട്ട അലി റളിയല്ലാഹു തിരിച്ചു വന്നപ്പോൾ ഒട്ടകം ചത്തു കിടക്കുന്ന രംഗമാണ് കണ്ടത്. അലി റളിയല്ലാഹു ചോദിച്ചു, ആരാണിത് ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിഫ്. അത് അബ്ദുൽ മുത്തലിഫിൻ്റെ മകൻ ഹംസ. അലി റളിയല്ലാഹുവിനും അബ്ദുൽ മുത്തലിഫിൻ്റെ മകൻ തന്നെയാണ്, അബൂ താലിബിൻ്റെ മകൻ, എളാപ്പ മുത്താപ്പ മക്കൾ. അങ്ങനെ അലി റളിയല്ലാഹുവിനോട് വിഷമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസ റളിയല്ലാഹുവിനെ ആളയച്ചു വരുത്തി. ഹംസ റളിയല്ലാഹുവിനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണ്, 1-2 വയസ്സ് കൂടും. ഹംസ റളിയല്ലാഹുവിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ തളർന്നുപോയി. മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. ഹംസ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാഹു തആലയോടാണ് പറഞ്ഞത്, ഈ സംഭവം അവസാനിപ്പിച്ചു തരണം എന്ന് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, ഇന്നമാ യുരീദു ശൈത്താൻ. ആദ്യം ആയത്തിറങ്ങിയതാണ് യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് പറയുന്നത്. യാ അയ്യുഹൻ നാസ് എന്നല്ല കേട്ടോ, യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. മറ്റു കാര്യങ്ങളൊക്കെ പറയും യാ അയ്യുഹൻ നാസ് എന്ന്. ഖുർആൻ 2 പ്രയോഗം, യാ അയ്യുഹൻ നാസ്, യാ അയ്യുഹല്ലദീന ആമനു. യാ അയ്യുഹല്ലദീന ആമനു പറയാൻ കാരണം ഏകദൈവ വിശ്വാസികളും നിസ്കരിക്കുന്നവരും ഒക്കെ കള്ളുകുടിച്ചിരുന്നു. ആദ്യം വലാ തഖ്റബു സ്വലാത്ത വഅൻതും സുക്കാറാ, നിങ്ങൾ ലഹരി ബാധിച്ചവരായി നിസ്കരിക്കരുത്. ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ നിരോധിച്ചു കൊണ്ടുവരാണ്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. പ്രവാചകൻ ഇനി മദ്യമെന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഇതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവേ ഈ മദ്യം നിഷിദ്ധമാക്കി തരണേ എന്ന് പറഞ്ഞു. നമ്മളെ മാതിരിയല്ല, നമ്മളൊരു കാര്യം നിഷിദ്ധമാക്കുകയോ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഒളിഞ്ഞു കുടിക്കും, അത് ഉപയോഗപ്പെടുത്തും. അത് ഖുർആൻ പറഞ്ഞു, സാമൂഹ്യ വിപത്തുകളാണ് നമ്മളെ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഹംറ്, മദ്യം കൊണ്ടുണ്ടാവുന്ന ആപത്തുകൾ ഏത് പിത്തലെടുത്ത് നോക്കുകയാണെങ്കിൽ, അപകടങ്ങളാവട്ടെ, കൊലപാതകങ്ങളാവട്ടെ, പീഡനങ്ങളാവട്ടെ, തട്ടിക്കൊണ്ടുപോലാവട്ടെ, ലോകത്ത് എന്തെല്ലാം പിത്തനകളുണ്ടോ അതിൻ്റെ ഒക്കെ മാതാവ് മദ്യമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അൽ ഹംറു ഉമ്മുൽ ഖബായിസ്. അപ്പോൾ ഇന്നമൽ ഹംറ്, തീർച്ചയായും ഈ ഹംറ്, കള്ള്, ഹംറാണ് മറയിടുക എന്നതിൻ്റെ അർത്ഥം. ഹിമാറ് പറയും മുഖം വക്കാനൊക്കെ. പിന്നെ മൈസർ, ചൂതാട്ടം, ചീട്ടുകളിയും അതുപോലത്തെ പണം വെച്ചിട്ട് ഇരട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള കളികളൊക്കെ പൈസർ. വൽ അൻസാബ്, അതുപോലെ തന്നെ അൻസാബ് എന്നാൽ നാട്ടക്കുറ്റികൾ എന്ന് പറയാം, അല്ലെങ്കിൽ നെസബ്, വിഗ്രഹ ബിംബങ്ങൾ എന്ന് പറയാം. അസിലാമ്, നറുക്കെടുക്കുന്ന സംഭവം, അങ്ങനത്തെ രീതി ഉണ്ടായിരുന്നു. അസിലാം അതാണ്. അതുപോലെ രജിസിമിന് അമൽ ഷൈത്താൻ, ഇതൊക്കെ പൈശാചികമാണ്. എന്തൊക്കെ? മദ്യം, ചൂതാട്ടം, അതുപോലെ തന്നെ വിഗ്രഹം, അൻസാബ്, അസിലാമ്, ഈ 4 കാര്യങ്ങൾ പൈശാചികമാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, അത് നിങ്ങൾ വെടിഞ്ഞേ പറ്റൂ. എന്നാൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. അത് തന്നെ നമുക്ക് പറയാനുള്ളത്, ആവർത്തിച്ച് പറയാനുള്ളത്. പൈസ കൊണ്ടുള്ള ചൂതാട്ടങ്ങളും അതും മദ്യപാനവും വിഗ്രഹങ്ങളുടെ മേലുള്ള ആരാധനകളും, അസിലാമ്, നറുക്കെടുക്കുക, അതൊരു അമ്പിട്ടിട്ടുള്ളൊരു പരിപാടിയായി അറബിയുടെ കൂട്ടത്തിൽ. ഈ 4 കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തെ സാമൂഹ്യമായ തിന്മയാണ്. ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു സമുദായം, ഒരു സമൂഹം, ഒരു രാഷ്ട്രം ഒക്കെ നശിക്കാൻ ഇത് മാത്രം മതി. അവിടെയും കൊണ്ട് അവസാനിച്ചില്ല. പിന്നെ പറയുന്നു ഇന്നമാ യുരീദു ശൈത്താൻ, ഈ മദ്യവും മയക്കുമരുന്നും അതുപോലത്തെ എല്ലാ വസ്തുക്കളും
ശൈത്താൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ യൂക്കിയ ബൈനക്കുമുൽ അദാവത വൽ ബഗ്ള, ശത്രുതയും ദേഷ്യവും ഒക്കെ ഉണ്ടാക്കുക. മദ്യപിക്കുന്നവനുള്ള സ്വഭാവ രീതികളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, അതിന് സമയമില്ല. ശത്രുതയും വൈരാഗ്യം തമ്മിൽ ഉണ്ടാക്കും. അദാവത്തും ഫിൽ ഹംറി വൽ മൈസിരി, കളിയിൽ നിന്നും ചൂതാട്ടത്തിൽ നിന്നും. വയസ്സുദ്ദുക്ക്, അത് മാത്രമല്ല അത് ദിക്രില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അനിസലാത്ത് നമസ്കാരത്തെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ അവന്റെ ബുദ്ധിയെ അത് മറച്ചു കളയും. മൈസൂർ അങ്ങനെ തന്നെ, ചൂതാട്ടത്തിന് പണത്തിനോടുള്ള ആർത്തി ഉണ്ടായാലും അപകടം തന്നെയാണ്. അതുകൊണ്ട് വഹൽ അന്തും മുന്തഹൂൻ, ഇനി നിങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം ഉണ്ടായി. ഈ സമയത്ത് ഈ ആയത്തിറങ്ങിയപ്പോൾ മക്കയിലുള്ള എല്ലാ സഹാബികളും സത്യവിശ്വാസികളും പറഞ്ഞ ഖുർആൻ യായുലദിന ആമനുന ഇന്തഹൈന, ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പറയുന്നത് മദ്യപാനികൾ കവറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവരുണ്ടാകുന്ന ആ വിഷമം ഒന്ന് സൂചിപ്പിച്ചു തരുന്നത് മാത്രം. ഞങ്ങൾ കള്ളുകുടി അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അങ്ങനെ മദ്യത്തിന്റെ ഒരു പുഴ തന്നെ മദീന തെരുവീതിയിലൂടെ ഒഴുകുകയുണ്ടായി. അങ്ങനെ ഇസ്ലാം പറയുന്നു, ഇബ്നു അബ്ബാസ് യഖുൽ ഹംറു ഉമ്മുൽ ഫവായിഷ്, ഹംർ എന്ന് പറയുന്നത് ചീത്തകളുടെ മാതാവാണ്. തീർന്നില്ല, അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ പാവങ്ങളിൽ വെച്ചുള്ള പാവമാണ് മദ്യപാനം, വ്യഭിചാരം, ചൂതാട്ടം, ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചും കേൾക്കും ചെയ്യുന്നതാണ്. അക്ബറുൽ കറമൻ സരിബഹ, ആ മദ്യം വരുത്തനെ വയറ്റി ചെന്നാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. വക്കാല ഉമ്മിഹി വഹാലത്തിഹി അമ്മത്തിഹി, മദ്യം അവനെ വയറ്റി ചെന്നാൽ അവന്റെ ഉമ്മ ആരാണ് തിരിച്ചറിയില്ല, ഉമ്മ പെങ്ങളാരാണെന്ന് തിരിച്ചറിയില്ല, ഇളയനാരാണ് തിരിച്ചറിയില്ല, മൂത്തന്മാരാണ് തിരിച്ചറിയില്ല, സ്വന്തം മക്കളെയും തിരിച്ചറിയില്ല. മക്കളെ പീഡിപ്പിക്കാം, ഉമ്മാനെ പീഡിപ്പിക്കാം, സഹോദരിമാരെ പീഡിപ്പിക്കാൻ എല്ലാവരും കണ്ണുകൊണ്ട് നിസ്ലാസൽമാൻ തങ്ങൾ പറഞ്ഞു മൻ ശരിബഹ, ആ കള്ള് വരുത്തം കുടിച്ചവനെ വയറ്റി ചെന്നാൽ വക്ക, അവൻ വീഴും, വക്കാന വീഴും. ആരെ മേൽ? അതാ ഉമ്മിഹി, അവന്റെ ഉമ്മാന്റെ മേൽ, വഹാലത്തിഹി, അവന്റെ അമ്മായുടെ മേൽ, അമ്മത്തിഹി, ഇളയമ്മ മൂത്തമ്മ, എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണും. അവന് യാതൊരു ബോധവും ഉണ്ടാവുകയില്ല കള്ള് വാറ്റി ചെന്നാൽ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അബിദർദാനോ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസീനി ഖലീൽ, എന്റെ ഖലീൽ എന്നോട് ഉപദേശിച്ചു വന്നതാണ്. യഖൂലു അൽ ഖംറു ലാ തശബൽ ഖംർ, നീ ഒരിക്കലും മദ്യം ഉപയോഗിക്കരുത്, കള്ളു കുടിക്കരുത് കേട്ടോ. ഫൈനഹാ മിഫ്താഹു കുല്ല ശർർ, എല്ലാ ഫിത്നയുടെയും മിഫ്താഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താക്കോൽ. നേരത്തെ ഉമ്മുൽ ഖബായിസ് എന്ന് പറഞ്ഞു. എല്ലാ ഫിത്നയുടെയും താക്കോൽ കള്ളായിരിക്കും. അതുകൊണ്ട് ആ കള്ള് നിങ്ങൾ ഉപേക്ഷിക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംർ അശറ, 5 രൂപത്തിൽ കള്ളിനെ ശപിച്ചിരിക്കുന്നു. ആസിർ, മുആസിർ, ഷാരിബഹ വഹാമിലഹ, ഏതൊക്കെയാണത്? കള്ള് മദ്യം വാറ്റുന്നവൻ, മദ്യം കുടിക്കുന്നവൻ, മദ്യം വിൽക്കുന്നവൻ, മദ്യം കുടിപ്പിക്കുന്നവൻ, വിലക്ക് വാങ്ങുന്നവൻ, അത് ആർക്കു വേണ്ടി വാറ്റുന്നു അയാൾ, വഹിച്ചെടുക്കുന്നവൻ, മദ്യം ഉപയോഗിക്കാൻ കൊണ്ടുപോകാൻ വാഹനം ഉപയോഗിക്കുക, അതുപോലെ തന്നെ അതിനെ വില തിന്നുന്നവൻ, അത് സൗകര്യം ചെയ്ത് കൊടുക്കുന്നവൻ, എല്ലാ രൂപത്തിലും കള്ളിനെ ശപിച്ചിരിക്കുന്നു. എന്നാൽ അത് സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും കുല്ലു മുസ്കിരി ഖംർ കുല്ലു മുസ്കിരി ഹറാം ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കേട്ടോ കള്ളുടിയന്മാര്. കബറിന്റെ മാസങ്ങളിലേക്കാണ് വരുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആരൊക്കെ? ഇതിൽ ജന്ന ആക്ക് എന്ന് പറഞ്ഞാല് മാതാപിതാക്കളെ ഉപദ്രവിക്കുക. അത് വലിയൊരു വിഷയമാണ് കേട്ടോ. എത്രയോ ഹദീസുകളും ഖുർആനിൽ നമുക്ക് എപ്പോഴും കാണാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഏതാണ് നല്ല അമല്? അസ്സലാത്തിലെ ഒഴിവാക്കിയ സുമ്മ നീ ബിർറും വാലിദൈഹി, ഏറ്റവും വലിയ ദ്രോഹം ഏതാണ്? അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യല്. പിന്നത്തെ തെറ്റെന്താണ്? മാതാപിതാക്കളെ ഉപദ്രവിക്കുക. അപ്പോൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുക. മന്നാൻ, എടുത്ത് ഒരാൾക്കൊരു ഉപകാരം ചെയ്താൽ എടുത്ത് പറയല്. വല മുദ്മിനുൽ ഖംർ, കള്ളുകുടിയനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, നരകമാണ് അവന്റെ ആസ്ഥാനം. പിന്നെ വല വൽദ് സിനിയ,
വ്യഭിചരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത്ര ആൾക്കാർ എന്ത് ചെയ്യില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ 11ാമത്തെ വിഭാഗമാണ് ഏത്, കള്ള് കുടിയന്മാർക്കുള്ള ശിക്ഷ പറഞ്ഞത്. ഇനി 12ാമത്തെ വിഭാഗം കൂടി നമുക്ക് പറഞ്ഞ വിഷയം അവസാനിപ്പിക്കാം. ആ 12ാമത്തെ വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ യഹ്ശറുന മിൻ ഖുബൂരിഹിം വുജൂഹും കൽ ഖമർ. അവരുടെ മുഖം നിരാശപ്പെടേണ്ടതില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ നന്മയും തിന്മയും പഠിക്കുകയാണ്. നമ്മളെല്ലാവരും നന്മയുടെ വാക്താക്കളാവുക, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ ഈ ബോധനം നടത്തുന്നത്, ഫദക്കിർ, ബോധനം നടത്തുക. ഖുതുബ എന്ന് പറഞ്ഞ അതാണ്. ജുമാ ശരിയാവാൻ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത്, ഞാൻ ഇവിടെ എന്തേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറയുന്നതും കേൾക്കുന്നതും മനസ്സിലാവണം. ഇതങ്ങനെ രാവിലെ മുതലൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ ഉണ്ടാകണം. വീണ്ടും വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് വീണ്ടും തതുക്കീർ, മുന്നറിയിപ്പ്, ഉത്ബോധനം. ഏതൊരു ജനതയെയും വളർത്തിയെടുക്കാൻ, മാറ്റം വരുത്താൻ കഴിയുക ബോധവൽക്കരണം കൊണ്ട് മാത്രമാണ്, പ്രസംഗത്തിലൂടെ മാത്രമാണ് ബോധവൽക്കരണം കഴിയുക. അപ്പോൾ 12ാമത്തെ വിഭാഗമാണെന്ന് അറിയുന്നത്, മുഖം 14ാം രാവിന്റെ, ഇപ്പൊ 14ാം രാവാണല്ലോ, ആ പൂർണ്ണചന്ദ്രന്റെ പ്രകാശിക്കുന്നത് പോലെ നല്ല സുന്ദരന്മാരായ മുഖമുള്ള ആൾക്കാർ ഖബറിൽ നിന്നിങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ എഴുന്നേറ്റ് വരും. അവരെ ആനയിക്കുവാൻ, അവരെ സ്വീകരിക്കുവാൻ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ പ്രത്യേകമായ ഒരു വേദി ഒരുക്കിയിട്ടുണ്ടാവും. നിങ്ങൾ വരൂ. ഏതുവരെ ഒരു ഹദീസ് ആദ്യം പറഞ്ഞു കേട്ടോ, ഏത് നോമ്പല്ല വരാൻ പോകുന്നത്. നമുക്ക് നോമ്പ് നോമ്പ് നോറ്റ ആൾക്കാർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് പ്രത്യേകമായ പാനീയങ്ങൾ, ശീതളപാനീയങ്ങളും കൂൾ ഡ്രിങ്ക്സുമായിട്ട് മലക്കുകൾ അവരെ സ്വീകരിക്കും. അവർക്ക് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാവും. കാരണം അവർ കുറേ ബുദ്ധിമുട്ടാണ്. യഹ്സറു സായിമിനിക്ക് പോരിയും, ഖബറിൽ നിന്ന് നോമ്പുകാർ വരാൻ പോകുന്ന നോമ്പ് കൂടുതൽ പറയാൻ ഇൻഷാ അല്ലാഹ്, അവരെ ഖബറിൽ എണീറ്റിട്ട് എങ്ങനെ യൂറഫൂന, അവരറിയ റീഹിൻ അഫ്വായും ബിരീഹി അഫ്വായും, എന്താ അത്തീബിരി, നല്ല സുഗന്ധം അടിച്ച് വീശുന്ന ആൾക്കാരായിട്ടാണ്. അവരുടെ നോമ്പ് നോറ്റപ്പോൾ അവരുടെ വായുടെ വേണ്ടായ ദുർഗന്ധം നല്ല സുഗന്ധ അടിച്ചു വീശിക്കൊണ്ടുള്ള ഇതിലാണ് അവർ ഖബറിൽ എഴുന്നേറ്റ് വരിക. അവർക്ക് അവിടെ മലക്കുകൾ ശീതളപാനീയങ്ങൾ കൊടുത്ത് അവരെ സ്വീകരിക്കും. വലഹയ്യത്തറുത്ത ആൾക്കാര് അവരെ സ്വീകരിക്കുവാൻ അവർക്കുള്ള ലിഫ്റ്റ്, അവർക്കുള്ള വാഹനമാണ് ഉണ്ടാവും. എന്താണ്, അവരെടുത്ത മൃഗങ്ങൾ അവരെ സ്വീകരിക്കാനുണ്ടാവും. സൽക്കർമ്മങ്ങൾ എന്തെല്ലാം ആരൊക്കെ ചെയ്തുവോ അവർക്കുള്ള എല്ലാവിധ സ്വീകരണവും വരവേൽപ്പും ആ 12ാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന അത് ഞാൻ അൽഗഫിൽ അവസാനത്തിൽ ആയത്തോ കേൾപ്പിച്ചത്. അള്ളാഹുവിനെ ഈ നിലക്ക് കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഫൽ യഅമൽ അമലം സാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യുക. എന്തൊക്കെയാണ് സൽക്കർമ്മം? ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, സുന്നത്തുകളുണ്ട്. ഒരു സഹോദരനെ നോക്കി പുഞ്ചിരിക്കൽ സൽക്കർമ്മമാണ്. ഗീബത്ത് പറയരുത്, പരദൂഷണം പറയരുത്, ഒരു മനുഷ്യരെ വെറുപ്പിക്കരുത്, ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. നമ്മളെ ഭാഗത്തുനിന്ന് ഇന്ന് രാവിലെ ഞാൻ ഹദീസ് ക്ലാസ് എടുത്തിന്ന് അയ്യുന്നാസു ഹൈറുൻ, നബി ഏറ്റവും ഹൈറായ അയ്യാമൽ ഹൈർ എന്ന് പറഞ്ഞ ഹദീസിൽ മൻ അൽ മുസ്ലിമു മൻ സലിമ മിസാനി വൈദിഹി, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന് അവരുടെ നാവ് കൊണ്ടും കൈ കൊണ്ടും ഒക്കെ സുരക്ഷിതനായി, ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ നമസ്കാരം ശരിക്കും നിർവഹിക്കുന്നവർ, നോമ്പ് നോക്കുന്നവർ, കഴിവുള്ളവർ സക്കാത്തും സദക്കയും ചെയ്യുന്നവർ, പരിശുദ്ധ ഖുർആൻ ഓതുന്നവർ, ദിക്റുകൾ ചെല്ലുന്നവർ, ഇതൊക്കെ സൽക്കർമ്മമാണ്. ഇങ്ങനത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അള്ളാഹു ഫലാ യുശ്രികു ബി റബ്ബി അഹദ, ഒരു നിലക്കും ശിർക്ക് ചെയ്യാനും പാടില്ല. അങ്ങനത്തെ ആൾക്കാരെ സന്തോഷത്തോടു കൂടി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മലക്കൾ വന്ന് ആനയിച്ചു കൊണ്ടുപോവാണ് മഹ്ശറിലേക്ക്. നിങ്ങൾ വരൂ, നിങ്ങൾക്ക് എല്ലാവിധ മർഹബൻ യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗക്കാരാണ് നിങ്ങൾ, നിങ്ങൾക്ക് സ്വാഗതം. 11 വിഭാഗം നമ്മൾ പഠിച്ചില്ലേ? 12ാമത്തെ വിഭാഗമാണിത്. അത് നമ്മൾ ചെയ്യാവുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യുക, സ്വീകരിക്കുവാൻ അള്ളാഹുവാണ്. അത്തരത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി മഹ്ശറിൽ നിർത്തിയാണ്. മഹ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ മഹ്ശറയെ കുറിച്ച്? മഹ്ശറ എന്ന് പറഞ്ഞാൽ എല്ലാ കോടാനുകൂടി ജനങ്ങളെയും അള്ളാഹു തആല അവിടെ ഒരുമിച്ച് കൂടും. സൂര്യൻ ഒരടുത്തായിരിക്കും.
ജുഫാത്തൻ ഉറുല്ല, ചെരുപ്പ് ധരിക്കാതെ എല്ലാവരും നഗ്നരായി. ഇങ്ങനെ ഹദീസുണ്ട് കേട്ടോ. അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, ഈ ജുഫാത്ത് ഉറുല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നഗ്നരാകുമോ, അവർ കാണുമോ അങ്ങോട്ടും ഇങ്ങോട്ടും? ഇല്ല, അല്ല അംറഷത്തും മിന്ന, കാര്യം വളരെ ഗൗരവമുള്ള വിഷയമാണ് ആയിഷ. വസ്ത്രമുണ്ടാവാം, എന്നാലും അങ്ങനെ മനസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഓരോ ജനങ്ങളും താൻ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലമായി വിയർപ്പ് തൊണ്ട വരെ അങ്ങനെ താഴെ കാലിൻ്റെ അതുവരെ ഉയർന്നു വരും. ഓരോരുത്തരും ചെയ്ത യൗമനദു ആദമും അംബിയ നഫ്സി 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 നഫ്സിയ യൗമനദു ഖൈറ ഖൽഖിൽ അംബിയ ഉമ്മത്തിയ ഉമ്മത്തിയ ഉമ്മത്തി യൗമനദു ആദമും അംബിയ നഫ്സി 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 നഫ്സിയ. തങ്ങൾ പറഞ്ഞ ഹദീസ് ഒരു കവിത രൂപത്തിലാക്കിയ ആശറി ചെല്ലുമ്പോൾ എല്ലാവരും ഉണ്ടാവും, കാണും. വാപ്പ മകനെ കാണുമ്പോൾ എല്ലാവരും ഓടുകയാണ്. വാപ്പ മകനെ കാണുമ്പോൾ ഓടുന്നു, മകൻ മക്കളെ കാണുമ്പോൾ ഓടുന്നു, ഭാര്യ ഭർത്താവിനെ ഒക്കെ നഫ്സി. അങ്ങനെ ആരാണ് ഞങ്ങളെ രക്ഷിക്കുക? യൗമനദു ആദമും അംബിയ. എല്ലാ പ്രവാചകന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒക്കെ പറയും നഫ്സി നഫ്സി നഫ്സിയ, സ്വന്തം ശരീരം, സ്വന്തം കാര്യം, സ്വന്തം കാര്യം. അപ്പോഴാണ് യൗമനദു ഖൈറ ഖൽഖിൽ അംബിയ. ആ ഖൈറ ഖൽഖ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് ചെല്ലും, ഖൈറ ഖൽഖിൽ അംബിയ. അപ്പോൾ പ്രവാചകൻ പറയും ഉമ്മത്തിയ ഉമ്മത്തിയ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുകയാണ്. ആ മഹ്ശറിൽ 7 കൂട്ടർക്ക് അല്ലാഹു തആല എന്തെങ്കിലും അർശ് നിഴലുണ്ടാവും. അവർ നിൽക്കുന്ന ഭാഗത്തെ ഒരു AC പ്രവർത്തിക്കും കേട്ടോ. ആ 7 ഒറ്റ വാക്കിൽ പറഞ്ഞ അവസാനിക്കുക, വിഷയം അവസാനിപ്പിക്കുക. ഒന്നാമത്തത് ഇമാമുൻ ആദിലും കണ്ടോ, സെവ്വത്തും യുദില്ലഹും അല്ലാഹു ദില്ലും ലാദില്ല ഇല്ലാതില്ലല്ലോ. 7 കൂട്ടർക്ക് അല്ലാഹു അർശ് നിഴൽ കിട്ടും കേട്ടോ. 7 കൂട്ടരിൽ ഏതെങ്കിലും ഒരു കൂട്ടരിലാവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലാദില്ല ഇല്ലാതില്ലല്ലോ. ഇമാമുൻ ആദിലും, നീതിമാനായ അന്താരാഷ്ട്രം വരെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖല നീതി പുലർത്തി. അത്ര മനസ്സിലാക്കിയ സമയമല്ല. റബ്ബി, അള്ളാഹുവിന് ഇബാദത്ത് കൊണ്ട് ആരാധന ചെയ്തുകൊണ്ട് വളർന്നു വന്ന യുവാവ്. അതുപോലെ വറജുലും കൽബുഹും മുഅല്ലഖും ഫിൽ മസാജിദി, പള്ളിയോട് ബന്ധമുള്ള ആൾക്കാർ. എപ്പോഴും പള്ളിയോട് വന്നിട്ടുണ്ടാകുക. അടുത്താണെങ്കിലും പള്ളിയിൽ വരിക, ഇത്തിക്കാഫ് ഇരിക്കുക, നിസ്കരിക്കുക. അതന്നെ അവിടെ വഴിയും അവിടെ ഇവിടെ പോയി ഇരിക്കാതെ ളുഹർ കഴിഞ്ഞാൽ അസറിനും മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിലും സുബഹിക്കൊക്കെ എപ്പോഴും മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുക, കെട്ടിടുക എന്നർത്ഥം. നമ്മുടെ പള്ളിയോട് ബന്ധമുണ്ടാവും, അവർക്കും അതുണ്ടാവും. റുജുലാനി തഹാബാ ഫില്ലാ ഇജ്തമാ, രണ്ടാൾക്കാർ സാമൂഹ്യ പ്രവർത്തകന്മാരാണ്. സാമൂഹ്യ പ്രവർത്തനമാണ്? ദീനിന്റെ പ്രവർത്തകന്മാരാണ്. അവർ അള്ളാഹുവിന്റെ ദീനി പ്രവർത്തിക്കാൻ പള്ളിയുടെ കാര്യത്തിന് ദഅവാ പ്രവർത്തനങ്ങളൊക്കെ സംഘടിക്കും. അത് കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ഒരു പെണ്ണ്, സുന്ദരിയായ ശാരീരിക സുന്ദരിയായ പെണ്ണ് ഒരുത്തനെ അനാശാസ്യ പ്രവർത്തനത്തിന് വിളിക്കുന്നു, ക്ഷണിക്കുന്നു. അവൻ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ കാണുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അവൻ അതിന് പിന്മാറുന്നു. ആ യുവാവിനും അവർക്കും എന്തുണ്ടാവും? അർശിന് നിലുണ്ടാവും കേട്ടോ. ശ്രദ്ധിച്ച് പഠിക്കുക. റജുലും തസദ്ദഖ ബിസദഖത്തിൻ വഖഫ, നമുക്കറിയാവുന്ന കേസാണ്. വലത് കൈ കൊണ്ട് ധർമ്മം ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ വളരെ രഹസ്യമായി ദാനധർമ്മം ചെയ്യുന്ന അവർക്കും എന്തുണ്ടാവും? അർശിന് നിലനാളെ മഹ്ശറിൽ ലഭിക്കും. അവസാനമായിട്ട് പറയാണ്, എന്താണ് പറയുന്നത്? റജുലും സക്കറല്ലാഹു ഖാലിയ ഫഫാഖൈനാഹു, ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. ജനങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച്, നമ്മളെ ഭാഗത്ത് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് പശ്ചാത്താപ മനോഭാവത്തോടു കൂടി ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഹാജരാകേണ്ടവനാണല്ലോ എന്ന് ചിന്തിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഐനാഹു, അവൻ അറിയാതെ അവന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരിക. അങ്ങനത്തെ ഒരു മർത്തവ, ഒരു രീതി സഹോദരന്മാരെ, സഹോദരിമാർ, ആരും ഇത് കാണൊന്നും വേണ്ട. നിങ്ങൾ ഇന്നു മുതൽ ചിന്തിക്കും. നമ്മൾ എത്രയോ സമയങ്ങൾ മൊബൈലിലും അവിടെ വഴി കഴിച്ചു കൂട്ടുന്നുണ്ട്. ഒരു ദിവസത്തിൽ കുറച്ച് സമയം ആകാശങ്ങൾ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ റബ്ബി യതഫക്കറൂന ബി ഖൽഖിസ് സമാവാതി വൽ അർദ്,
ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും കടന്നുകൊണ്ടൊക്കെ യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ചും ഖൽഖി സമാവാതി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പക്ഷേ റബ്ബേ, നീ ഇത് പറഞ്ഞ വാത്തില് വൃതമായി സൃഷ്ടിച്ചതല്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്റെ കഴിവുണ്ട്, നിന്റെ ശക്തിയുണ്ട്. കോടാനുകോടി സൃഷ്ടികളുടെ കൂട്ടത്തിൽ സാധുവായ ലഈഫായ ഒരു അടിമയാണ് ഞാൻ. അതുകൊണ്ട് റബ്ബന യദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക. പടച്ചവനെ, ഞാൻ നിന്നതാ പരിശുദ്ധനാക്കുന്നു. ഫഖിനാ അദാബന്നാർ, നരകത്തെ തൊട്ട് എന്നെ കാക്കണേ എന്ന് നമ്മൾ ഇതുവരെ ആരെങ്കിലും 7 കൂട്ടരിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കൂട്ടരാവാം ശ്രമിക്കുക. അവസാനം പറഞ്ഞ ഈ അള്ളാഹുവിനെ കുറിച്ച് റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാലത്ത് ഐനാഹു, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് അവന്റെ ഹൃദയത്തിന്റെ നൊമ്പരം, ദുഃഖം, വേദന കൊണ്ട് അവൻ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിക്കുന്ന അത്തരത്തിൽപ്പെട്ട ഒരാൾക്കും നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ അർശ് നേൽ കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും ഒരു വിധത്തിൽ രൂപത്തിൽ ആവാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാഹ്. അടുത്ത നോമ്പിനെ കുറിച്ച് കഴിഞ്ഞതിന് ശേഷം മഹ്ശറിൽ സ്വർഗ്ഗവും നിറവെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. ഷഅബാൻ മാസം 14-15 ആയി. ഷഅബാൻ വന്ന ഇസ്ലാം ഞാൻ കഴിഞ്ഞ കുത്തുബിൽ പറഞ്ഞതാണ്. ഒന്നുകൂടി അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം ആരെങ്കിലേക്ക് എന്തെങ്കിലും നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഈ ചൊവ്വാൽ മാസപ്പിറവി കണ്ടിട്ട് റമദാൻ മാസപ്പിറവി കണ്ട് റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് കുടിശ്ശികയായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഈ നോമ്പ് സ്വീകരിക്കൂല. അത് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളെ ഇതുവരെ കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഒരു നോമ്പ് ഒഴിവാക്കിയാൽ അവൻ്റെ ആയുസ് മുഴുവനും നോറ്റ് വീട്ടിയാൽ ആ നോമ്പ് ഇങ്ങനെ കടം മുഴുവല്ലോ, ഒരു കാരണമില്ലാതെ. അപ്പൊ ആരുടെയും ഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ വർഷത്തിൽ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ റമദാൻ മാസപ്പുലരി കണ്ടാൽ ഈ റമദാൻ മാസത്തിൽ നമ്മൾ നല്ലവണ്ണം നോമ്പൊക്കെ നോക്കുകയാണ്. പക്ഷെ ഇവിടെ കുടിശ്ശിക അടക്കുന്നുണ്ട്. ആ കുടിശ്ശിക കടം വീട്ടാതെ ഇപ്പോൾ ഇത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഉണർത്തുന്നു സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനെ സംഭവിച്ച നോമ്പ് ആർക്കെങ്കിലും നോറ്റ് വീട്ടാനുണ്ടെങ്കിൽ ഈ 2 ആഴ്ചൻ്റെ ഉള്ളിൽ അത് നോറ്റ് വീട്ടുക. അത് എൻ്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്, നിങ്ങളെ ഓർപ്പെടുത്താണ്. അങ്ങനെ ആരെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് നോറ്റ് വീട്ടണം. നമ്മൾ അത് കഴിഞ്ഞ കൊല്ലത്ത് പോയതല്ലേ, നമുക്ക് അടുത്ത നോമ്പ് നോൽക്കാം. അപ്പൊ ഈ മാറി ചൂടിന് ഈ വർഷം നമ്മൾ നോമ്പ് നോറ്റാൽ ആ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ കുടിശ്ശികയുള്ള നോമ്പ് നോറ്റ് വീട്ടണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിനക്ക് അമൽ ചെയ്യുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ മക്കൾ, കുടുംബങ്ങൾ, ഭാര്യമാർ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകണേ തമ്പുരാനെ. ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകണേ തമ്പുരാനെ. ആഫിയത്തില്ലാത്ത ആയുസ് ഞങ്ങൾക്ക് തരുന്നേ തമ്പുരാനെ. മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ICU വെന്റിലേറ്ററിൽ കിടക്കുന്ന മാരകമായ രോഗങ്ങൾ, ലക്ഷങ്ങൾ ചെലവാക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളെ ഭാര്യമാരെ കാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ കാക്കണേ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ അപകട മരണങ്ങൾ, വാഹന അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ കാക്കണേ. ഞങ്ങളെ മക്കൾ പല ഭാഗങ്ങളിലും പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. എല്ലാവരെയും നീ അത്തരത്തിൽ ലാഭത്തിലെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. റഹ്മാൻ റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഹലാലായ എന്തെല്ലാം മാർഗങ്ങൾ, പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഉപജീവന മാർഗത്തിന് വേണ്ടി, ഞങ്ങളെ മക്കളെ പോറ്റാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പരിപാടിയിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. റഹ്മാന റബ്ബേ, ഞങ്ങൾ കടമുള്ളവരുണ്ട്. ആ കടം കൂടാതെ മാർഗം കാണിച്ചു തരണേ തമ്പുരാനെ. റഹ്മാന റബ്ബേ, ഞങ്ങളെ വിഷമങ്ങൾ തീർത്തി തരണേ തമ്പുരാനെ. സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ പഠനത്തിലും ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ.
മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളാക്കരുത് റബ്ബേ. ഞങ്ങൾ പെൺകുട്ടികൾ പഠിക്കുന്നവരുണ്ട്, പഠിച്ച് ജോലി പ്രവേശിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അർഹമായ ജോലി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവർക്കൊക്കെ ആരോഗ്യവും ആയുസ് നൽകണേ, ലാഭത്തിൽ പെടുത്തുക റബ്ബേ. അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ റബ്ബേ. ഞങ്ങൾ പെൺകുട്ടികളെ വിധവകളും അഗതികളും അനാഥകളും ആക്കരുതേ തമ്പുരാനെ. റഹ്മാന റബ്ബേ, ജീവിക്കുന്ന കാലം അന്തസ്സിലും അഭിമാനത്തിലും ഇജ്ജത്തിലും ജീവിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഏതെല്ലാം മേഖലകളിൽ ഞങ്ങളോട് ശത്രുതയും പാരയും ഉള്ളവരും അസൂയുള്ളവരുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഷർറിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വഅഹിൽ കഫറത വൽ ളാലിമീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا